ഈശ്വരി, അമ്മേ, ദേവി, മഹാമായേ, വിളിപ്പുറത്തമ്മേ, സർവേശ്വരി, മഹാമായേ, അമ്മേ, അമ്മേ, നാരായണി, നാരായണി, മഹാമായേ, സർവശക്തി, സർവശക്തി, ദേവി, ദേവി, മഹേശ്വരി, മഹേശ്വരി, അമ്മേ, നാരായണി, ലക്ഷ്മി, അമ്മേ, വിളിപ്പുറത്തമ്മേ, വിളിപ്പുറത്തമ്മേ, മഹാമായേ, സർവശക്തി, സർവാപരാധങ്ങളും പൊറുക്കണമേ, അമ്മേ, ദേവി, മഹാമായേ, സർവാപരാധങ്ങളും പൊറുക്കണമേ, ദേവി, അമ്മേ, നാരായണി, 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 നാരായണി. ഈ മേപ്പാട്ടുപുരക്കിലെ കുടുംബപരദേവതയാ ദേവി, വിളിപ്പുറത്തമ്മ. ഈ വളപ്പിൽ തന്നെ ആയിരുന്നല്ലോ അമ്പലവും. ഇവിടുത്തെ പഴയ ഒരു മുത്തശ്ശി 101 ദിവസം നൊയമ്പ് നോറ്റ് ഭജന വരുന്ന് പ്രത്യക്ഷപ്പെടുത്തിയതാ. എന്റെ വിളിപ്പുറത്തമ്മേ, ദേവി, മഹാമായേ. കേശവൻകുട്ടി പാക്ക് ചൊരുക്കുന്നതാ. അതെങ്ങനെയാ? ഉള്ള അടയ്ക്കാമരം മുഴുവൻ വെട്ടി തെങ്ങ് വെച്ചില്ലേ? നിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത്. അന്ന് കൊളുത്തിവെച്ച വിളക്കാ ഇവിടുത്തെ പൂജാമുറിയിൽ ഇപ്പോഴും കത്തുന്നത്. മാളുവേ, ആ വിളക്കിൽ എണ്ണയുണ്ടോ നോക്കൂ. എണ്ണയൊക്കെ ഉണ്ടമ്മേ. ഞാൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? 6 ദിവസത്തെ ഉത്സവം കരക്കാരുടെ, 7ാം ദിവസമാ നമ്മൾ മേപ്പാട്ടുപുരക്കാരുടെ. ബാക്കിയൊക്കെ എങ്ങനെ ആയാലും നമ്മുടെ ഉത്സവമായിരിക്കണം ഉത്സവം. അതിനൊന്നും നമ്മൾ ഒരു കുറവും വരുത്താറില്ലല്ലോ അമ്മേ. നിന്റെ അച്ഛനുള്ളപ്പോ ഉത്സവം എന്ന് പറഞ്ഞ അതിന് 1 മാസം മുമ്പേ മറ്റെല്ലാ പരിപാടികളും വെച്ച് കെട്ടും. പിന്നെ ഈ ഒരൊറ്റ ജ്വരവേ ഉള്ളൂ. നീ അങ്ങനെയല്ല, 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിലായി ഉത്സവം. അതാ എനിക്ക് പേടി. എന്താ അടയ്ക്കാ ചൊരിക്കൂടാ? പിന്നെ മൂക്ക് വാർക്കുന്നതോ? ഇല്ല. അപ്പോഴേക്കും കേറി മുറുക്കി. പിന്നല്ലാണ്ട് അമ്മേ, ഒരു ചായ എടുക്കാനും പറഞ്ഞു പോയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള സമയമായി. പിന്നെ അവക്കിവിടെ നിനക്ക് ചായ തിളപ്പേര് മാത്രമല്ലേ ജോലി? 100 സ്ഥലത്ത് കണ്ണെത്തണം. അവളിവിടെ ഉള്ള സമാധാനത്തിലാ ഞാൻ ഇവിടെ ഈ കാലം നീട്ടിയിരിക്കുന്നേ. ഊർമിളയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാ ചായ. അങ്ങനെ ഞാൻ നേരം മോളെ അമ്മ കുടിച്ചോളാം. അയ്യോ അമ്മ, ഇത് മധുരമുള്ളതാ. അതിനിപ്പോ എന്താ? പോടി ഇവിടുന്ന്. ചായക്കട, മുറുക്കാൻ കട, സർവത്ത് കട, വളക്കട, സർവ്വസന്നാഹങ്ങൾ ഉത്സവ പറമ്പിയുണ്ട്. അതിന്റെ ഇടയിൽ താൻ ഈ വഴിക്കടയിൽ നിർന്നു വെച്ചോണ്ടിരുന്നാലേ ഈച്ചയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. താൻ തിളയ്ക്കാ കിഴക്കേ നടയിൽ എങ്ങനെ കൊണ്ട് നാട്ടിന്റെ നായര്? കമ്മറ്റിക്കാരുടെ അളിയന്മാർക്കും മച്ചന്മാർക്കല്ലേ ഇവിടെ ലേലം പിടിക്കാൻ പറ്റൂ. അങ്ങനെ സേവ പിടിച്ചപ്പോ കുട്ടനാൾ കച്ചവടം നടത്തണ്ട. അപ്പൊ കച്ചവടം നടത്താൻ ഉദ്ദേശം ഇല്ലേ? വെറുതെ അല്ല ഇയാളെ ഗുണം പിടിക്കാത്ത. ആഹാ, ഒരു അപൂർവ കാഴ്ചയാണല്ലോ. എന്ത് പറ്റിയെന്ന് പതിവില്ലാതെ? ഞാൻ പതിവായി അമ്പലത്തിൽ വരുന്നാണല്ലോ. അയ്യോ, ഇയാളെ കാര്യം അല്ല പറഞ്ഞത്. ഞങ്ങളെ ഈ കൊള്ളാവുന്നവർ തമ്മിൽ സംസാരിക്കുക. അതിനിടയിൽ ഞാനും വരുന്നു. ചേട്ടാ പോയിട്ട് വരാം കേട്ടോ. പക്ഷേ ഞാൻ പറയായിരുന്നേ, വാസനയുള്ള എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോൾ എന്തിനാ വെറുതെ ഭാരിച്ച കാശും മുടക്കി വെളിയിൽ നാളെ കെട്ടി എഴുന്നള്ളിക്കുന്നത്? കാണാൻ കൊള്ളാവുന്ന എത്രയോ പെൺകുട്ടികൾ ഈ ചുറ്റുവട്ടത്തിനുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒരു തിരുവാതിര, കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു ഒരു നാടകം, ഒരു ഗാനമേള ആയിക്കൂടെ? ഗോവിന്ദൻകുട്ടി ആയിരിക്കും മുഖ്യ ഗായകൻ. അമ്പലപ്പറമ്പിൽ പെട്ടെന്ന് ആളൊഴിഞ്ഞു കിട്ടും. അയ്യടാ, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലെങ്കിലും വല്ലവരും പറയുന്ന കേട്ട് ചിരിച്ചു കൊടുക്കുക. എന്തൊരു മിടുക്ക, വലിയൊരു തമാശ കേട്ടോ പോലെ. ഗോവിന്ദ, ഗോവിന്ദ, ബാലു, ഇതെപ്പോ എത്തി? ഒന്ന് അറിയിച്ചു. കൊടി കയറുന്നതിന്റെ തലേ ദിവസം എത്തണമെന്ന് കരുതി പുറപ്പെട്ടാണ് ബോംബെയിൽ വന്ന് കുടുങ്ങിപ്പോയി. കരക്കാരുടെ പരിപാടികൾ എന്തുവാട്ടെ, നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ്? നോട്ടീസിൽ വിശദമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിന്റെ ഒരു കോപ്പി ഇവൻ ദുബായിലേക്ക് അയക്കാറുള്ളതാണ്. ഇത്തവണ എന്ത് പറ്റിയടാ? അഡ്രസ് മറന്നുപോയോ? മറന്നൊന്നും അല്ല, പിന്നെ പരിപാടികൾ തീരുമാനിക്കുന്നതോടെ താമസിച്ചു. മെനഞ്ഞാ നോട്ടീസ് ഇറങ്ങിയ അല്ലേ? ചോദിച്ചു നോക്ക്. വണ്ടിയിലോട്ട് കയറി. ഇവനെ കൊണ്ടുപോകണം. പ്രസിലെ കുറച്ച് ജോലി. ഹരീഷിനോട് ഞാൻ പറഞ്ഞോളാം. യേശുവണ്ണൻ ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കും അല്ലേ? തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. രാധമ്മോ,
അവളുടെ ഒരു നാണം കണ്ടില്ലേ? നിനക്ക് ഞാൻ അസലൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. മാള് വെച്ച് ഞാനൊന്ന് കാണട്ടെ. ചുമ്മാ ആളെ പറ്റിക്കാൻ പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ. അത് കറക്റ്റാ. കാണാൻ കൊള്ളാന്ന് ഏത് പെമ്പിളരെ കണ്ടാലും ഇത് എന്ന് പറയും. ആര് ഞാനോ? ചുമ്മാ വല്ല നടത്തി കൊടുക്കാറുണ്ട്. പിന്നെ ദുബായിലൊക്കെ ഞാൻ എത്രയോ കല്യാണം കഴിപ്പിച്ചതാ. കാണാട്ടാ. അല്ല, ഗൾഫില് കല്യാണ ബ്രോക്കർ ആയിരുന്ന. അങ്ങോട്ട് കാണാ. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ബാലുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ശരി. ഒന്ന് അനങ്ങിയാടി വാടി വേണ ഇങ്ങോട്ട്. നേരെ വൈകിയ പിന്നെ അത് മതി സാവിത്രി അമ്മയ്ക്ക്. ഓട്ടട ഉണ്ടാക്കി ഉറിയിൽ വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് അരിയും വാർത്ത് വെച്ചിട്ടുണ്ട്. ദേ, തയ്യ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴേ തൊമ്മിയുടെ കടയിൽ നിന്ന് പാലിന്റെ കാശ് വാങ്ങിച്ചോണം. മറക്കരുത്. വിരുന്നുകാർ വല്ലതും ഉണ്ടോ മോളെ? വന്നു തുടങ്ങിയിട്ടില്ല. ഓ, ആശ്വാസായി. ഞാനിന്ന് ഒരുപാട് താമസിച്ചു. നടക്ക വാ. ഗുഡ് മോർണിംഗ് സർ. മൂപ്പർക്ക് ഈയിടെയായിട്ട് ഒരു ചെറിയ വലിവിന്റെ അസുഖം. പ്രായമൊക്കെ ആയി വരികയല്ലേ. കുറച്ചു നാളൊന്ന് വിശ്രമിക്കാൻ വിട്ടിട്ട് ഏതെങ്കിലും ചുറുചുറുക്കുള്ള പയ്യന്മാരെ സംഘടിപ്പിക്കുന്നതല്ലേ ഭംഗി. ശരിയാ, ഞാനും അത് ആലോചിക്കായിരുന്നു. ഭാസിപ്പിള്ള കുറച്ചുനാൾ വിശ്രമിക്കട്ടെ. നമുക്ക് തൽക്കാലം പുതിയ പിള്ളേരെ ആരെങ്കിലും നോക്കാം. എന്താ? അയ്യോ, എന്റെ കാര്യമല്ല, മൂപ്പരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഓ, അങ്ങനെ. അപ്പൊ പകരം ആരെ വേണമെന്നാണ്? പകരം നമുക്ക് ടാറ്റ എസ്റ്റേറ്റ് ഉണ്ട്, മാരുതി 1000 ഉണ്ട്, സ്റ്റാൻഡേർഡ് 2000 ഉണ്ട്, 118 ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു വിദേശിയെ നേരിട്ട് വരുത്താം. ഇതിനോടുള്ള പ്രധാന പരാതി ചേട്ടനറിയോ? ടൗണിൽ കൂടി പോകുമ്പോ ലോറി വരുന്നെന്നും പറഞ്ഞ് ചന്തപ്പിള്ളേര് കളിയാക്കുന്നു. ആണോ? അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്നാലേ ഞാൻ പറയാം, നേരാണ്. അതുകൊണ്ട് തന്നെയാ കോളേജിലേക്ക് ഞാൻ ബസ്സിൽ പോവാന്ന് വെച്ചത്. എടി കൊച്ചേ, ഈ വണ്ടിയെ പുച്ഛിക്കുന്നത് സ്വന്തം തന്തയെ തള്ളി പറയുന്നതിന് തുല്യമാണ്. ആ ഭാസിപ്പിള്ളേ, ഓ വണ്ടിയാണ്. ആ മാലോചി, എന്തോ ഉത്സവം കഴിയുന്നവരെ വിരുന്നുകാർ വന്നും പോയിരിക്കും. രാത്രി കിടപ്പ് ഇവിടെ തന്നെ മതിയെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ആ, ഇതാണോ ഇപ്പൊ ഒരു പുതിയ കാര്യം? ആദ്യമായിട്ടല്ലല്ലോ ഉത്സവം വരുന്നത്. ഓ, എനിക്ക് അറിഞ്ഞാത്തതുപോലെ. ചേട്ടത്തി മറ്റേ കാര്യം. ഏത് കാര്യം? ചേട്ടാ ഒരു മിനിറ്റ്. എന്ത് കുഞ്ഞെ പുറകെ വിളിക്കരുത്. എന്താ? ഞങ്ങളുടെ കോളേജില്. അയ്യോ, ഞാൻ മറന്നു. ഉഷയുടെ കോളേജിലെ ഇലക്ഷനാ. മോൾ എന്തായിട്ടാ മത്സരിക്കുന്ന? ചെയർപേഴ്സൺ. അതിന് ജയിക്കുമ്പോ കൂട്ടുകാരികൾക്ക് ചെലവ് ചെയ്യണമെന്ന്. അത് ജയിച്ചാലല്ലേ. അതെന്താ കേശുകുട്ടി അങ്ങനെ പറഞ്ഞത്? മേപ്പാട്ട് പുരയ്ക്കുള്ള കുഞ്ഞുങ്ങൾ എവിടെയാ തോറ്റിട്ടുള്ളത്? ആ ശരി ശരി, ജയിച്ചു. അതിന് ആ, ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഒരു സ്മോൾ എമൗണ്ട്. എന്ത് വരും ശിക്ഷ? ഒരു 100 രൂപ മതിയോ? അത് പോരാ. പിന്നെ 10-30 പേരുണ്ട്. 1000 രൂപ. 1000 രൂപയോ? ആ 500 രൂപയുടെ ആഘോഷമൊക്കെ മതി. ദാ. ആ പിന്നൊരു കാര്യം, എങ്ങാനും തോറ്റാൽ പൈസ തിരിച്ചു തന്നേക്കണം.